ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് എൻട്രോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിൽ നമുക്ക് പല തരത്തിലുള്ള മെസ്സേജുകൾ വരാറുണ്ട്. ഇംഗ്ലീഷായിട്ടും ഹിന്ദി ആയാലും തമിഴായാലും നമുക്ക് പല തരത്തിലുള്ള വായ കൊള്ളാത്ത മെസ്സേജൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്കൊരു ഇംഗ്ലീഷ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് മലയാളത്തിലേക്ക് അറിയണമെങ്കിൽ അതെന്താണ് അവർ അയച്ചതെന്ന് അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വയം കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ആപ്പിൻ്റെ പേര് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വരും. ഇതിൽ നമ്മൾ രണ്ട് ഓപ്ഷൻ ചോദിക്കും. ഫസ്റ്റ് ഇംഗ്ലീഷ്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മെസ്സേജ് ആണെങ്കിൽ നമ്മൾ കോപ്പി എന്ന് വെച്ചാൽ അപ്പോൾ ഇംഗ്ലീഷ് അവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കത് ഏത് ഭാഷയിലാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ താഴോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ തമിഴുണ്ട്, തെലുങ്കുണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജ് നമുക്കിതിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മലയാളം എന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫിനിഷ്ഡ് കൊടുക്കണം. ഫിനിഷ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് മുകളിൽ നമുക്ക് അക്കൗണ്ടൊക്കെ കാണാം. അവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സൊക്കെ ഉണ്ടാവും. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ അവിടെ കിടന്നോട്ടെ. നമുക്ക് ഇപ്പോൾ ഇതേപോലെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞിട്ട് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏരോ ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ ഏരോയുടെ അവിടെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മലയാളം ആക്കിയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, നമുക്കിവിടെ മലയാളത്തിൽ ആ ഹായുടെ പല തരത്തിലുള്ള രീതിയിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഹൗ ആർ യു എന്ന് അടിക്കുക വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്കിവിടെ താഴെ കിട്ടും. എങ്ങനെയുണ്ട് എന്നുള്ളത് മലയാളത്തിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊന്നല്ല ഇതിൻ്റെ ഫ്യൂച്ചർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ സാധാ ടൈപ്പ് ചെയ്യാറിലാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കാണിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് അതിൻ്റെ മലയാളം എന്താ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റും. നമ്മളതൊന്നല്ല കണ്ടുപിടിക്കുന്നത്. നമ്മളിതിൽ വേറൊരു ട്രിക്ക് ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാം ഇപ്പോൾ ഇതേപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചില ഫോട്ടോസൊക്കെ വരും. ആ ഫോട്ടോസിലേക്ക് എന്താ ഇരിക്കുന്നതെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ അതിലൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര തമിഴായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഏത് ലാംഗ്വേജ് ആയാലും നമുക്കത് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മലയാളത്തിലേക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ക്യാമറ ചിഹ്നം കാണാം. താഴെയായിട്ട് കുറച്ച് ഓപ്ഷനൊക്കെ കാണാം. അതിലൊരു ക്യാമറ ബട്ടൺ ഉണ്ടാവും. ആ ക്യാമറ ബട്ടൺ എടുക്കുക. ക്യാമറ ബട്ടൺ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുക വെച്ചാൽ ഇവിടെ കണ്ടിന്യൂ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക, അലവ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അലവ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ നമ്മുടെ ആ ഫോട്ടോസ് നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ റിമോട്ട് എടുത്തിട്ട് എൻ്റെ ബാക്കിൽ കുറേ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഇംഗ്ലീഷാണ്, അത് ഭയങ്കര ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് സ്കാനിങ് ആവുന്നത് വരെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ടോ അവിടെ എഴുതിയിരിക്കണുണ്ടോ ജാഗ്രത. നമ്മുടെ സൂമിങ്ങിനനുസരിച്ച് ഇതിൻ്റെ ലാംഗ്വേജ് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഞാനത് കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് അതിൻ്റെ ഷെയ്ക്കിങ് ആയതുകൊണ്ടാണ്. ഞാനത് ഷെയ്ക്ക് ചെയ്ത് പിടിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. കറക്റ്റായിട്ട് സൂം ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ജസ്റ്റ് ഒരു മെയ്ക്കട അവിടെ കുറച്ച് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് കണ്ടുപിടിച്ച് തരാം. ഇതൊരു മെയ്ക്കട അവിടെയാണ്. ഇതിൻ്റെ ടൈംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ മലയാളം വരുന്നുണ്ട്. പക്ഷെ അത് തെളിഞ്ഞ് വരണമെങ്കിൽ ഇത് കുറച്ച് സമയം പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കിട്ടാത്തത്. അതുകൊണ്ടോ നമുക്ക് മലയാളം ഫുള്ളായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം. ഈ ക്യാമറ കൊണ്ട് നമുക്ക് ഏത് നാട്ടിൽ പോയാലും ഇപ്പോൾ ആ ബോർഡ് ഇപ്പോൾ നമുക്ക് തമിഴിലാണെങ്കിൽ നമ്മളിതിൽ തമിഴ് സെലക്ട് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നാട് ഏതാ വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സാനിറ്റൈസിൻ്റെ ഒരു കുപ്പിയുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതുണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഷെയ്ക്ക് ചെയ്യാതെ പിടിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏത് ബോർഡിൽ ഇപ്പോൾ തമിഴിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡ് കണ്ടിട്ട് ഏതെങ്കിലും നാട്ടിൽ പോയിട്ടൊരു ബോർഡ് കാണുക വെച്ചാൽ ആ ബോർഡിൽ നമുക്കും ഇതേപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താം. ഇതേപോലെയുള്ള ഉപകാരമുള്ള വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്